GI രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അത് കിട്ടിയാൽ നിങ്ങൾക്ക് അതിനെ ലോകത്തേക്ക് അറിയിക്കാൻ പറ്റും. GI ഉള്ള ഒരു ഇനം അതിന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന് വില കൂടുതലാണ്, ഡിമാൻഡ് കൂടുതലാണ്. പൊട്ടുവെള്ളരി എന്ന് കേട്ടിട്ടുണ്ടോ? പൊട്ടുവെള്ളരി എവിടെയുള്ളതാ? ആ തൃശ്ശൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ കടപ്പുറത്തുള്ളതാ. ഇക്കൊക്കെ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അതായിരുന്നു പൊട്ടുവെള്ളരി. ശ്രീവിദ്യ ചെയ്യുന്നുണ്ട്. അല്ല, അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ലോ. ഇപ്പൊ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരു ദിവസമേ കൃഷി കൊടുക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റുകാർക്ക് വേണ്ടത് വലിയ ക്വാണ്ടിറ്റിയാണ് അല്ലേ? ഇപ്പൊ അവിടെ പൊട്ടുവെള്ളരി അവർ പ്രത്യേക രീതിയിൽ ജ്യൂസ് ആക്കിയിട്ട് തരുന്നു. പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഞാൻ വിചാരിച്ചു മോശം വെള്ളരി എന്ന് പറയുന്ന പേരായിരുന്നു. നമ്മളിവിടുന്ന് പൊട്ടുന്നില്ല, ഇത് പൊട്ടിപ്പോകും പെട്ടെന്ന്. അത് വെള്ളരി ഇങ്ങനെ വലുതായി വരുമ്പോഴത്തേക്കും അത് പൊട്ടി ഒരു വെള്ളമാണ്, ഒന്നുമില്ല, അവസാനം ഒന്നുമില്ല. ഞാൻ ആ കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ധാരാളം പേര് അതിൽ നിന്നൊരു ജ്യൂസ് ഉണ്ടാക്കി തരുന്നുണ്ട്. എന്ത് ടേസ്റ്റിയാണെന്നറിയാം. എവിടെ ചെയ്യുന്നുള്ളത്? ഇത് അതല്ല ഇത് വലിയത് നമ്മളെ കുമ്പളങ്ങ ഉണ്ടല്ലോ, നീളമുള്ള കുമ്പളങ്ങ, ചിലതരം കുമ്പളങ്ങ ഉണ്ട് അതുപോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. GI രജിസ്ട്രേഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അവർക്ക് വലിയ ഡിമാൻഡാണ്. അവിടെ ഇപ്പോൾ പൊട്ടുവെള്ളരി തികയുന്നില്ല, അവർ നല്ല മാർക്കറ്റ് കിട്ടി. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ ഇതിന്റെ ഭാഗമായിട്ട് കിട്ടും. PPVFR ആക്ട് പ്രകാരമുള്ള അവാർഡ് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടും. നല്ല പുസ്തകങ്ങൾ നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്യണം. എല്ലാവരോടുള്ള റിക്വസ്റ്റ്, ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ ഭാഗമാവണം. നിങ്ങളുടെ പേര് എവിടെ ഉണ്ടാവണം? ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിൽ ഉണ്ടാവണം. കാലാകാലങ്ങളിലായിട്ട് അവിടെ കിടക്കും. ഇപ്പൊ എന്റെ പേരിൽ ഒരു സസ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ടൈലോഫോറ ബാലകൃഷ്ണാനിയെ. ഇനി ഞാനില്ലാതായാലും അത് ലോകാവസാനം വരെ അവിടെ കിടക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പേര് എവിടെ ഉണ്ടാവണം? ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ പോയി ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗമാവണം. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഒരു കൺവീനറും ഉണ്ട്. ഇതാ ചെമ്മനാട് പഞ്ചായത്തിന്റെ കൺവീനറാണ് റഹ്മാ മാഷ്. അങ്ങനെ അതിന്റെ ഭാഗമായി ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കൂടെ കൂടണം. നിങ്ങൾക്ക് പറ്റിയ ഒരു ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. BMC എന്നാണ് അതിന് പറയുക. എല്ലാവരും ശ്രദ്ധിക്കണം. ജൈവ വൈവിധ്യ പരിപാലന സമിതി അതില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലില്ല. അവിടെ പോയി അതിന്റെ ഭാഗമാവുക. അതിന് നിങ്ങൾ ആരും ഇൻവൈറ്റ് ചെയ്യില്ല, നിങ്ങളെ റിസീവ് ചെയ്യില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി അതിന്റെ ഭാഗമായിക്കോളുക. അതിൽ കയറി കൂടിക്കോളുക. മനസ്സിലായല്ലോ? അതിൽ കയറി കൂടി പറയേണ്ട എന്താ? ഞങ്ങൾ ചെയ്യുന്നതാണ് ജൈവ വൈവിധ്യ സംരക്ഷണം. അതിന് അംഗീകാരം വേണം. ഈ പറയുന്ന 5 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് ബേഡകം പഞ്ചായത്തിന് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് കൊടുത്തിരുന്നു ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി അല്ലേ? ഈ പറയുന്ന ബേഡകം തെങ്ങിനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫണ്ട് വാങ്ങാനുള്ള സ്കോപ്പ് ധാരാളം ഉണ്ട്. ഫണ്ട് ചോദിക്കാൻ പറ്റണമെങ്കിൽ ഇത് ഇവിടെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ പ്രൊജക്ട് ചെയ്യണം. ഇതാ ഈ നാട്ടിൽ ഇന്ന പ്രാധാന്യമുണ്ട്, അതിന് കുറച്ച് ഫണ്ട് വേണം, അത് നിങ്ങൾ തരണമെന്നുള്ളത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. എന്ത് തന്നെ ആയാലും ഇപ്പൊ തന്നെ സംസാരം കുറച്ച് കൂടുതലായിപ്പോയി. എങ്കിലും ഈ ഒരു കൂട്ടായ്മ കണ്ടപ്പോഴുള്ള ഒരു ഇൻട്രസ്റ്റോടുകൂടി സംസാരിച്ചതാണ്. എൻ്റെ ഒരു ഡോക്ടർ MS സ്വാമിനാഥന്റെ PhD സ്റ്റുഡന്റ് ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. ഭാരതരത്ന MS സ്വാമിനാഥന്റെ കൂടെ PhD ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ഭംഗിയായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ ഇടയിൽ ജോലി ചെയ്യാനായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. അതിന് നല്ലൊരു അവസരം ഇപ്പൊ കിട്ടിയിരിക്കുകയാണ് സ്റ്റേറ്റിൽ. ഞങ്ങൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരുപാട് പോളിസി ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പിറകിൽ പോവാതെ ഞാൻ ഇത് കേൾക്കാറുണ്ട്. ഒരു പാട്ടുണ്ടല്ലോ, മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. അങ്ങനെ പാടില്ല. മണമുള്ള മധുവുള്ള പാട്ട് മറ്റേതായിരുന്നു കേട്ടോ. ഇതൊന്നും ഇല്ലാന്നായിരുന്നു ഞാൻ പറയുന്നത്. പക്ഷെ ന ജഗത്യേവ മനൌഷധം എന്ന് പറയാറില്ലേ? എന്താ? ഭൂമിയിൽ ഔഷധ ഗുണമില്ലാത്തതായിട്ട് ഒന്നുമില്ലാന്നാണ് പറയുന്നത്. ദശകൂപ സമാവാപി ദശവാപി സമോഹൃത ദശഹൃത സമപുത്രോ ദശപുത്രോ സമധ്രുമ. 10 പുത്രന്മാർക്ക് തുല്യമായിട്ടാണ് ഒരു മരത്തിനെ കാണുന്നത് അല്ലേ? ആ ചൊല്ലി കേട്ടിട്ടില്ലേ? അതേപോലെയാണ് ഈ പറയുന്ന പ്രകൃതിയുടെ ഇമ്പോർട്ടൻസ്. ഇവിടെ ന ജഗത്യേവ മനൌഷധമാണ്. അപ്പൊ ഞാൻ ആ പാട്ടിനെ തിരിച്ച് പാടുന്നത്, മണമുള്ള മധുവുള്ള പൂജക്കെടുക്കുന്ന താനെ വളർന്നതല്ലോ, അതിന് അതിൻ്റെതായ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്.
താനേ വളർന്നതല്ലാത്ത കാട്ടുപൂവെന്ന് പറയൂ ആരെങ്കിലും? നിങ്ങൾ കള എന്ന് പറയുമോ? കള? നോ കള ഫോർ ബയോഡൈവേഴ്സിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് കളയില്ല. നമ്മൾ കള എന്നുള്ളൊരു ടെർമിനോളജി നമ്മുടെ കൂട്ടായ്മ ഉപയോഗിക്കാനേ പാടില്ല. പക്ഷെ വേറൊരു ടെർമിനോളജി ഉപയോഗിക്കുക. എന്താണെന്നറിയോ? അധിനിവേശ സസ്യം. പുറമേ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന 250ഓളം സസ്യജന്തുജാലങ്ങളുണ്ട്. ഇവിടെ വന്ന് പ്രശ്നക്കാരനാണ്. ഇവിടെ വന്ന് മിണ്ടാതിരിക്കണില്ല, ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ പുഴകളിലും തോടുകളിലും എത്രയോ മത്സ്യങ്ങളുണ്ട്. ഇവരൊക്കെ നമ്മുടെ നാട്ടിന് ഭയങ്കര ദോഷമുണ്ടാക്കിയിട്ടുണ്ട്. അതിനെ മാറ്റാൻ വേണ്ടി പഠിക്കണം. തൊഴിലുറപ്പുകാരെ കൊണ്ടുപോയിട്ട് നല്ല കുറുന്തോട്ടിനെ ചെത്തി കരിക്കുകയല്ല വേണ്ടത്. അതിന് പകരം എന്താ വേണ്ടത്? ഇവിടെയുള്ള അധിനിവേശ സസ്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്ക്. അതിന് ചെറിയ പുസ്തകങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പഞ്ചായത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അവിടുത്തെ തൊഴിലുറപ്പ് എഞ്ചിനീയറെ കൊണ്ട് പഠിപ്പിക്കണം. എന്താണ്? ഇതൊക്കെയാണ് ഈ നാട്ടിലുള്ള അധിനിവേശ സസ്യങ്ങൾ. തൊഴിലുറപ്പുകാർ പണിയെടുക്കുമ്പോൾ അതിനെ ഒന്ന് പറിച്ചു കളയാനാണ് നോക്കേണ്ടത്. പുഴകളിൽ ധാരാളം അധിനിവേശ ജീവജാലങ്ങളുണ്ട്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 250 മത്സ്യം നമ്മുടെ ഉൾനാടൻ മത്സ്യം കേരളത്തിന്റെ മാത്രം സംഭാവനയാണ്, വേറെ എവിടെയില്ല. അതിൽ 50% വംശനാശ ഭീഷണി നേരിടുന്നതാണ്. ഈ അടുത്ത് ഞങ്ങൾ കുഫോസ് സർവകലാശാലയ്ക്ക് ഒരു ഫണ്ട് കൊടുത്തു, വലിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ. എന്താ പ്രോജക്റ്റ് എന്നറിയോ? നാടൻ മീനിനെ പ്രജനനം കൂട്ടാൻ. നാടൻ മീനിന് നമ്മൾ പണ്ടുള്ള നാടൻ മീനൊക്കെ ഉണ്ടോ ഇപ്പോൾ? ഇല്ല, വളരെ കുറവാണ്. അതിന്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതായതാണ് ഏറ്റവും പ്രധാന കാരണം. ചില മീനിനെ നമ്മളറിയാതെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ആരാ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കാസർഗോഡ് ഇന്ന് പത്രത്തിലൊരു വലിയൊരു ന്യൂസ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയോ? അത് നമ്മളെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ചെയ്താണ്. അനൂപ് എന്ന് പറയുന്ന ഇതേപോലെ ഒരു കൺവീനർ ഉണ്ട് പനത്തടി ഗ്രാമപഞ്ചായത്തിൽ. അനൂപ് അവിടുത്തെ മത്സ്യത്തിനൊക്കെ പഠിച്ചു. അവിടെ മിസ് കേരള എന്ന് പറയുന്ന ഒരു മീനുണ്ട്. മിസ് കേരള എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്, അതിന് തൊടാൻ പാടില്ല. നമ്മൾ ആരും അറിയാതെ മിസ് കേരളയെ പിടിച്ചിട്ട് ബാംഗ്ലൂർ വഴി വിദേശത്തേക്ക് കൊണ്ടുപോവാണ് ചില മിടുക്കന്മാർ. ഈ വിവരം കിട്ടിയ ഉടനെ ഞങ്ങൾ അതിന്റെ പുറകെ പോയി അന്വേഷിച്ചു. പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തു. ഈ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് മിസ് കേരള പിടിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. ഈ തീരുമാനം ഈ പാവങ്ങൾ അറിയില്ല, തോട്ട വെട്ടിച്ച ആൾക്കാർ. ഈ തോട്ട വെട്ടിച്ചവർ ആ മീനിനെയൊക്കെ എടുത്തിട്ട് പോകുന്ന വഴിക്ക് ഫോറസ്റ്റുകാർ അവർ പിടിച്ചു. ബയോഡൈവേഴ്സിറ്റി ആക്ടും ഫോറസ്റ്റ് ആക്ടും പ്രകാരം അവരിപ്പോ കേസിൽ പെട്ട് കിടക്കുകയാണ്. ഏത്? നമ്മുടെ കണിയാൻ പോലുള്ള സാധനം. കണിയാനല്ല, എന്താ പറയാ, പുല്ലൻ, ചെങ്കണിയാൻ. നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്ന്? ഇല്ലല്ലോ. പണ്ട് ഈ തോർത്തിലെടുത്തിട്ട് വീട്ടിൽ അക്വേറിയാക്കുന്നതിനൊന്നും തടസ്സമില്ല കേട്ടോ. പഠിക്കാനും നാടൻ ഉപയോഗത്തിനൊന്നും തടസ്സമില്ല. പക്ഷെ വ്യാവസായിക ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്നുണ്ട്? നിങ്ങൾക്ക് ആർക്കും അറിയാവോ? നിങ്ങൾ ഈ തോട്ടിൽ നിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ടോ? നമുക്കറിയില്ല. ഇത് കൊട്ടയിലാക്കിക്കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു മീനാണ് മിസ് കേരള. കണ്ണിച്ചാന്റെ വേറൊരു കണ്ണിച്ചാനാണ്. അതായത് ഇങ്ങനെ മുകളിലേക്ക് കൂട്ടിട്ട് ഒരു ചുവന്ന വര കാണും. അത് ഈ ഭാഗത്തുണ്ടോ? അത് അതിന്റെ നാടൻ പേരെന്തെന്ന് അറിയില്ല. ഇതിന് ഒരെണ്ണത്തിന് 1000 ഉറുപ്പിയാണ് അത്ര വില. ഇവിടെയല്ല, അക്വേറിയം, നല്ല അക്വേറിയത്തില് ഇത് പുറത്തു പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും, ബ്രീഡ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അതേപോലെ ഒരു മുള ഉണ്ടല്ലോ അകത്തേ കൂടിയിട്ട് ഓട്ടയില്ലാത്ത മുള, എന്താ അതിന്റെ പേര്? ഏരങ്കോൽ എന്ന് പറയും. ഊയല്ല, ഏരങ്കോൽ. ഈ നാട്ടിലുണ്ടോ ഏരങ്കോൽ? ആ പാണത്തൂർ ഭാഗത്തുള്ള മലകളിൽ ഏരങ്കോലുണ്ട്. ഇതിനെ മുറിച്ച്